ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, എത്ര വർഷത്തേക്കാണ് കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്തീയരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ 20 വർഷം, ബി 30 വർഷം, സി 40 വർഷം, ഡി 50 വർഷം. ഉത്തരം സി 40 വർഷം. രണ്ടാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ ഡാഷോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അവളോട്, ബി സ്ത്രീയോട്, സി നിന്റെ ഭാര്യയോട്, ഡി മകളോട്. ഉത്തരം ബി സ്ത്രീയോട്. ദാൻ ഗോത്രക്കാരനായ മനോവ ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻസ്: എ സോറ, ബി എഷ്താവോൽ, സി സൊറേക്കു, ഡി യാഹാസ്. ഉത്തരം എ സോറ. അവൾ എന്ത് ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. മനോവയോട് പറയുന്നത്. ഓപ്ഷൻസ്: എ അശുദ്ധമായത്, ബി വീഞ്ഞ്, സി മുന്തിരിയിൽ നിന്നുള്ളത്, ഡി ലഹരി പദാർത്ഥം. ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ആരാണ് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ ദൂതൻ, ബി കർത്താവിൻ്റെ ദൂതൻ, സി അത്യുന്നതൻ, ഡി ദൈവത്തിൻ്റെ ആത്മാവ്. ഉത്തരം ബി കർത്താവിൻ്റെ ദൂതൻ. ആറാമത്തെ ചോദ്യം, ഞാൻ എന്ത് പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ എന്നാണ് മനോവ ദൂതനോട് പറയുന്നത്? ഓപ്ഷൻസ്: എ കുഞ്ഞാടിനെ, ബി ഒരു ആട്ടിൻകുട്ടിയെ, സി കാളക്കുട്ടിയെ, ഡി മുട്ടാടിനെ. ഉത്തരം ബി ഒരു ആട്ടിൻകുട്ടിയെ. ഏഴാമത്തെ ചോദ്യം, ജനിക്കാൻ പോകുന്ന പുത്രൻ ആർക്ക് ജനനം മുതൽ നാസീർ വ്രതക്കാരനായിരിക്കുമെന്നാണ് ദൂതൻ പറയുന്നത്? ഓപ്ഷൻസ്: എ അത്യുന്നതന്, ബി ദൈവത്തിന്, സി രക്ഷകന്, ഡി കർത്താവിന്. ഉത്തരം ബി ദൈവത്തിന്. എട്ടാമത്തെ ചോദ്യം, നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കുക എന്നാണ് ദൂതൻ മനോവയോട് പറയുന്നത്? ഓപ്ഷൻസ്: എ സമാധാന ബലി, ബി ധാന്യബലി, സി കൃതജ്ഞതാ ബലി, ഡി ദഹനബലി. ഉത്തരം ഡി ദഹനബലി. ഒൻപതാമത്തെ ചോദ്യം, തൻ്റെ അടുക്കൽ ആര് വന്നു എന്നാണ് സ്ത്രീ ഭർത്താവായ മനോവയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ ദൂതൻ, ബി ദൈവപുരുഷൻ, സി കർത്താവ്, ഡി കർത്താവിൻ്റെ ദൂതൻ. ഉത്തരം ബി ദൈവപുരുഷൻ. പത്താമത്തെ ചോദ്യം, നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണമല്ലോ എന്നാണ് ദൂതനോട് മനോവ പറഞ്ഞത്? ഓപ്ഷൻസ്: എ വണങ്ങണമല്ലോ, ബി അനുസ്മരിക്കണമല്ലോ, സി ബഹുമാനിക്കണമല്ലോ, ഡി ആരാധിക്കണമല്ലോ. ഉത്തരം സി ബഹുമാനിക്കണമല്ലോ. 11ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 13:8 മനോവ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തോട്, ബി അത്യുന്നതനോട്, സി രക്ഷകനോട്, ഡി കർത്താവിനോട്. ഉത്തരം ഡി കർത്താവിനോട്. 12ാമത്തെ ചോദ്യം, മനോവ ആട്ടിൻകുട്ടിയെ എന്തോടുകൂടെയാണ് കർത്താവിന് അർപ്പിച്ചത്? ഓപ്ഷൻസ്: എ അപ്പം, ബി ധാന്യബലി, സി മാംസം, ഡി നെല്ല്. ഉത്തരം ബി ധാന്യബലി. 13ാമത്തെ ചോദ്യം, 13-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദൂതൻ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് ആർക്ക്? ഓപ്ഷൻസ്: എ മനോവയ്ക്ക്, ബി മനോവയ്ക്കും ഭാര്യയ്ക്കും, സി മനോവയുടെ ഭാര്യയ്ക്ക്, ഡി ഇവയൊന്നുമല്ല.
ഉത്തരം മനോവയുടെ ഭാര്യയ്ക്ക്. 14 ചോദ്യം, കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് 1-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ എന്ത് ഭക്ഷിക്കരുത് എന്നാണ് കൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ മുന്തിരിയിൽ നിന്നുള്ളത്, ബി അശുദ്ധമായതൊന്നും, സി വീഞ്ഞ്, ഡി ലഹരി പദാർത്ഥം. ഉത്തരം ബി അശുദ്ധമായതൊന്നും. 15 ചോദ്യം, മനോവയുടെ ഭാര്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത് കർത്താവിൻ്റെ ദൂതൻ എത്രാം പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്? ഓപ്ഷൻസ്: എ 1-ാം പ്രാവശ്യം, ബി 2-ാം പ്രാവശ്യം, സി 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ബി 2-ാം പ്രാവശ്യം. 16 ചോദ്യം, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം മേൽപ്പറഞ്ഞ വാക്യം കാണാൻ സാധിക്കും? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം സി 3. 17 ചോദ്യം, മനോവയുടെ ഭാര്യ എവിടെയായിരിക്കുമ്പോഴാണ് വീണ്ടും ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഓപ്ഷൻസ്: എ വീട്ടിൽ, ബി വയലിൽ, സി പട്ടണത്തിൽ, ഡി നഗര കവാടത്തിൽ. ഉത്തരം ബി വയലിൽ. 18 ചോദ്യം, താഴെ പറയുന്നവയിൽ 13-ാം അധ്യായത്തിൽ കർത്താവിന് നൽകുന്ന വിശേഷണം ഏത്? ഓപ്ഷൻസ്: എ സ്വർഗസ്ഥനായ പിതാവ്, ബി അത്യുന്നതൻ്റെ പുത്രൻ, സി ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ഡി അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഡി അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. 19 ചോദ്യം, മനോവ എവിടെ വെച്ചാണ് ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടൊപ്പം കർത്താവിന് അർപ്പിച്ചത്? ഓപ്ഷൻസ്: എ ബലിപീഠത്തിൽ, ബി പാറപ്പുറത്ത്, സി വയലിൽ, ഡി കല്ലിൽ. ഉത്തരം ബി പാറപ്പുറത്ത്. 20 ചോദ്യം, എന്തിൽ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തേക്ക് ഉയർന്നത്? ഓപ്ഷൻസ്: എ ബലിപീഠത്തിൽ നിന്ന്, ബി പാറപ്പുറത്ത് നിന്ന്, സി ദഹനബലിയിൽ നിന്ന്, ഡി ധാന്യബലിയിൽ നിന്ന്. ഉത്തരം എ ബലിപീഠത്തിൽ. 21 ചോദ്യം, ആരെ കണ്ടതുകൊണ്ട് തീർച്ചയായും നാം മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറയുന്നത്? ഓപ്ഷൻസ്: എ ദൈവദൂതനെ, ബി കർത്താവിനെ, സി കർത്താവിൻ്റെ ദൂതനെ, ഡി ദൈവത്തെ. ഉത്തരം ഡി ദൈവത്തെ. 22 ചോദ്യം, ദൈവദൂതൻ 2-ാം പ്രാവശ്യം സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എത്ര കാര്യങ്ങളാണ് അവളോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ 2, ബി 3, സി 4, ഡി ഒന്നും പറഞ്ഞില്ല. ഉത്തരം ഡി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവൻ മനോവയോടാണ്. 23 ചോദ്യം, എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? ഓപ്ഷൻസ്: എ സോറ, ബി എഷ്താവോൽ, സി മഹനേദാൻ, ഡി ദാൻ. ഉത്തരം സി മഹനേദാൻ. 24 ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. താഴെ പറയുന്നവയിൽ ദൂതൻ സ്ത്രീയോട് പറഞ്ഞ കാര്യങ്ങളിൽ തൻ്റെ ഭർത്താവിനോട് അവൾ പറയാൻ വിട്ടുപോയത് ഏത്? ഓപ്ഷൻസ്: എ കുടിക്കരുത്, ഭക്ഷിക്കരുത്, ബി ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും, സി അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, ഡി നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൂതൻ സ്ത്രീയോട് 1-ാം പ്രാവശ്യം കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ സ്ത്രീ ഭർത്താവായ മനോവയോട് പറയാൻ വിട്ടുപോയത് ഏതാണ്? തന്നോട് ദൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാൻ വിട്ടുപോയത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ്? ഉത്തരം സി അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. 25 ചോദ്യം, തൻ്റെ അടുത്തു വന്ന ആളുടെ മുഖം ദൈവദൂതൻ്റേതുപോലെ എപ്രകാരമായിരുന്നു എന്നാണ് ഭാര്യ മനോവയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ വെണ്മയുള്ളത്, ബി ഭീകരം, സി പേടിപ്പെടുത്തുന്നത്,
ഡി ലാളിത്യമുള്ളത്. ഉത്തരം സി പേടിപ്പെടുത്തുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.